ഹലോ, നമസ്കാരം. നമ്മുടെ വീടിന്റെ കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് മുതലായിരിക്കുന്ന ദിക്കുകളിൽ ചില വൃക്ഷങ്ങളോ ചില സസ്യങ്ങളോ നിന്നാൽ അത് ആ കുടുംബത്തിലെ ജനങ്ങൾക്ക് ദോഷമാണെന്ന് പറഞ്ഞ് അത് മുറിച്ചു കളയുന്ന ഒരു പ്രവണത, ഒരു അഭിപ്രായം ചില വാസ്തുവിദഗ്ധരുടെ ഇടയിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇത് ശരിയോ തെറ്റോ? എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ഒരു മാതളത്തിന്റെ ചെടി അതെന്തോ ദോഷമാണെന്ന് പറഞ്ഞ് ആരോ മുറിച്ചു കളയാൻ പറഞ്ഞിട്ട് അത് മുറിച്ചു കളയണോ വേണ്ടയോ എന്ന് അറിയുവാൻ വേണ്ടി എന്നെ വന്ന് കാണുകയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, വീടിന് അല്ലെങ്കിൽ ആ വീട്ടിൽ വസിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായതോ ഭക്ഷ്യയോഗ്യമായതോ ആയിരിക്കുന്ന എന്ത് തരത്തിലുള്ള സസ്യങ്ങളോ ചെടികളോ വൃക്ഷങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ പരിപാലിക്കുക തന്നെ ചെയ്യാം. കാരണം നമ്മൾ ഒരു വനത്തെയോ അല്ലെങ്കിൽ ഒരു കാടിനെയോ ഒക്കെ വെട്ടിത്തെളിച്ചാണ് നമ്മൾ ഇന്ന് കണ്ട ഭൂമിയിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതും ഇതുപോലെയുള്ള ചെടികളും സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ തന്നെയാണ്. ഈ ദോഷത്തിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. 5 സെന്റ് മാത്രം വലിപ്പമുള്ള ഒരു ഭൂമിയിൽ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ഒരു ചെടി അത് ദോഷമായി ഒരാൾക്ക് നിൽക്കുന്നു. ഈ 5 സെന്റ് എന്ന് പറയുന്നത് നമ്മൾ കൽപ്പിച്ച പരിധിയാണ്, നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന ഒരു അതിരാണ്. ഈ അതിരിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ഈ വൃക്ഷം ദോഷമാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആ അതിരിൽ നിന്നും ഒരടി മാറി മറ്റൊരാളുടെ വസ്തുവിലാണ് ഈ വൃക്ഷം നിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് ദോഷമാവുകയില്ലേ? ആ സ്ഥാനം നമ്മുടെ കിഴക്ക് ഭാഗം തന്നെയല്ലേ? നമ്മുടെ വസ്തുവിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം ആ വൃക്ഷം ദോഷം ചെയ്യുകയും അവിടെ നിന്നും ഒരടി മാറുമ്പോൾ ആ വൃക്ഷം ദോഷം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള ശാസ്ത്രമാണ്? നോക്കൂ, ഇവിടെ വാസ്തുശാസ്ത്രത്തിന്റെ ദോഷമല്ല, പ്രയോഗിക്കുന്ന ആളുകളുടെ പ്രശ്നമാണ്. എല്ലാ ശാസ്ത്രങ്ങളും വളരെ യുക്തിസഹജമായി രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാലത്തിനനുസൃതമായി അത് മാറിക്കൊണ്ടിരിക്കും. ഉപയോഗിക്കുന്ന ആളിന്റെ വ്യത്യാസങ്ങളും ഗുണദോഷങ്ങളും ഒക്കെ ആ ശാസ്ത്രത്തിനെയും ബാധിച്ചേക്കാം. ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് പോലെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഏതെങ്കിലും ഭാഗത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളോ മരങ്ങളോ മുറിച്ചു മാറ്റാൻ ഏതെങ്കിലും വാസ്തു വിദഗ്ധർ പറഞ്ഞിട്ടുണ്ടോ? കമന്റ് ചെയ്യും.